ഇക്കയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയുണ്ട്? ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, ഇക്കയുടെ കോൺട്രിബ്യൂഷൻ. അതെ, ഒരാൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, അതൊരു വലിയ കോൺട്രിബ്യൂഷൻ. ഇത് ഇക്ക എന്റെ വീട്ടിൽ ദുബായിലത്തെ ഫ്ലാറ്റിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരെണ്ണം. ഇത് ഇക്കേന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ. ഇതാ ആ കോൺട്രിബ്യൂഷന്റെ ആൾക്കാർ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇട്ട് വെക്കല പണി. ഇവിടെ ഇത് ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പ്ലേസ് അല്ല, ഞാൻ കഷ്ടപ്പെട്ട് ABC ഭയങ്കരമായിട്ട് പൈസ, ഇപ്പൊ ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്ന അറിയാം. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ടൈൽസ് ആണ്. ഇത് ഗോൾഡ് അല്ലേ? കണ്ടോ, ഇതിന്റെ അടിയിൽ ഞാൻ ഗോൾഡ് കട്ടകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വന്നത് പൊളിച്ചു നോക്കരുത് പ്ലീസ്. ഇക്കയുടെ ഒരു വലിയൊരു എന്താ പറയാ, ഈ ഒരു ഹുക്കിക്ക് എന്റെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇനി ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആ കിടക്കുന്ന ആള് മുതൽ ഇതായിട്ട് ഭയങ്കര കണക്ഷൻ ആണ്. ഈ ഹുക്കിയാണ് ഞാനും ഇക്കയും ഹുക്ക് ചെയ്യേണ്ട മെയിൻ. ഈ ഹുക്ക് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾ തമ്മില് സംസാരിച്ചതും ഒരു ഇഷ്ടം തുടങ്ങിയത് ഈ ഹുക്ക് കാരണമാണ്. തീർച്ചയായും എല്ലാത്തിനും കാരണം മുകളിലുള്ള മുകളിൽ നിന്ന് നമ്മൾ പറയുമ്പോ ഇത് ആരെ കയറിയിരിക്കുന്ന മേലെ. അതെ, അവിടെ ഒരു ഫോട്ടോ അല്ലേ. ചില ആൾക്കാർ വീട്ടില് ആരോ വന്നപ്പം പറഞ്ഞായിരുന്നേ, ഇത് ഷംനയുടെ വീടാണോ അല്ല ഷംനയുടെ സ്റ്റുഡിയോ ആണ്, ഇത് മുഴുവൻ എവിടെ നോക്കിയാലും ഇവിടെ എന്താ മോന്റെയും ഇക്കാന്റെയും ഒന്നും കൂടെ ഉള്ള ഫോട്ടോ കാണാൻ പറയരുത് കേട്ടോ. ഇല്ല, ഞാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂവിന് വന്നത് കൊണ്ടാണ്. അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന് ഇതിന്റെ നടുക്ക് ഞാനും ഇക്കയും മോനുമായിട്ടുള്ള ഫോട്ടോ ഇതിന്റെ മുകളില്. ഇത് ഉപ്പച്ചിയും ഡാഡി, മമ്മി, ഞാൻ. അവരുടെ സ്ഥാനം അവിടെ തന്നെ. ഓബ്വിയസ്ലി ഇതെന്റെ 2 ചക്കരകൾ. ഇപ്പൊ വന്ന ആൾക്കാർക്ക് പിന്നെ സത്യം. ഓക്കെ, ഇതിപ്പോ ഒരു ബേബി ഏരിയ ആയി മാറി. ഇതിപ്പോ മോന് 6 months ആണെന്നല്ലേ പറഞ്ഞത്? 6 months ഉള്ള ആളുടെ സാധനങ്ങളാണ് ഇതെല്ലാം. മമ്മിയുടേതാണ് കേട്ടോ ഈ ഡോൾസ് ഒക്കെ. അല്ല, മമ്മിയാണോ ഇതിൽ കളിക്കുക? അല്ല, മമ്മി എന്താ ചെയ്തെന്ന് വെച്ചാ, ദുബായിൽ ഒരു ദിവസം മമ്മി അവിടെയുണ്ട്. അപ്പൊ ഇക്ക ഒരുപാട് ഡോളും പായൊക്കെ വാങ്ങിച്ചുണ്ടായിരുന്നു ദുബായിന്ന് കളിക്കാൻ. എന്റെ മമ്മി തിരിച്ചു വരുന്ന സമയത്ത് മമ്മി പാക്ക് ചെയ്യാ. അപ്പം അവിടെ ഷോയില് വെച്ച് ഡോളൊക്കെ എടുത്ത് പെട്ടിയിലിടും. ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ എടുക്കണേ? ഇവിടെ എന്തിനാ, അവൻ നാട്ടിലല്ലേ വളരാൻ പോണ, അപ്പൊ അവിടുന്ന് കളിക്കേണ്ടതാണെന്ന് പറഞ്ഞ് കുറെ ഡോൾസ് ഒക്കെ അവിടുന്ന് മാറ്റിച്ചുകൊണ്ടുവന്നതാ. അതെ, ഇവിടെ നമ്മൾ ഈ അറബിക് ടെക്സ്ചറുള്ള വീട്, അതേപോലെ ഇവിടെ വരുമ്പല്ലേ നല്ല അറബിക് സ്മെൽ. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യം ഷോസിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ദുബായി പോയി കഴിഞ്ഞാൽ ഊത് വാങ്ങിച്ചുകൊണ്ടുവരും. കിച്ചൺ ഇത് ആരുടെ ഏരിയ? ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറും ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ കിച്ചണിൽ എനിക്ക് വലിയ പരിപാടിയൊന്നും ചെയ്യാറില്ല. ദുബായിൽ പിന്നെ ആര് കുക്ക് ചെയ്യും? അതെ, ദുബായ് സെർവന്റ് ഒന്നുമില്ല. കുക്ക് ചെയ്യേണ്ട സെർവന്റ് ഇല്ല, ക്ലീൻ ചെയ്യേണ്ട സെർവന്റ് ഉണ്ട്. എന്നാലും കുറച്ചൊക്കെ നിർബന്ധമാണോ? അതായത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ നിർബന്ധമല്ല. അങ്ങനെയൊന്നുമില്ല.